السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഏകനായ പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കുന്നവരാകാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 43-ാമത് ക്ലാസ്സിൽ ഇന്ന് 105 മുതൽ വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിച്ച് തുടങ്ങാനുള്ളത്. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമുക്ക് പെരുന്നാളും മറ്റു ചില സാങ്കേതികമായ തടസ്സങ്ങളുള്ളത് കൊണ്ടൊക്കെ ക്ലാസുകൾ നടത്താൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ സൂറത്ത് നമുക്ക് തീർക്കാവുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറഞ്ഞു. ഇങ്ങനെ കഥകൾ പറയാനുള്ള കാര്യം എന്താണ് എന്നിങ്ങനെയുള്ള ചില സൂചനകൾ കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ചു. ഇനി പരലോകവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേരുമ്പോണ്ടാകുന്ന ചില അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇനി സൂചനകൾ നൽകുന്നത്. വയസ്അലൂനക അനിൽ ജിബാൽ فقل ينسفها ربي نسفا فيذرها قاعا صفصفا ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا. പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, എന്റെ രക്ഷിതാവ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്. എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ്. വയസ്അലൂനക, താങ്കളോട് അവർ ചോദിക്കുന്നു, അനിൽ ജിബാലി, പർവ്വതങ്ങളെ സംബന്ധിച്ച്. ഫഖുൽ, അപ്പോൾ അവരോട് പറയുക, യൻസിഫുഹ, അതിനെ പൊടിച്ചു കളയുന്നതാണ്, റബ്ബി, എന്റെ റബ്ബ്, നസ്ഫൻ, പൊടി പൊടിയായി. ഫയദറുഹ, അതിനെ അവൻ വിടുന്നതാണ്, ഒഴിവാക്കുന്നതാണ്, ഖാഅൻ സഫ്സഫൻ, സഫ്സഫായിട്ടുള്ള, സമനിരപ്പായിട്ടുള്ള, ഖാഅൻ, മൈതാനമാക്കിയിട്ട് അതിനെ ഒഴിവാക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോ പർവ്വതത്തെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത് എന്നാണ് തോന്നുക. അല്ല, ഫയദറുഹാ ഖാഅൻ സഫ്സഫൻ എന്ന് പറയുന്നത് ഭൂമിക്കുണ്ടാകുന്ന മാറ്റത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഭൂമിയെ അസമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ്. ആ ഭൂമി അവിടെ പർവ്വതങ്ങളെ പൊടി പൊടിയായി പൊടിച്ച് ആ ഭൂമിയിലേക്ക് വീണ് ഭൂമി സമനിരപ്പായ ഒരു പൈതാനമായി
മാറുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിലുള്ള വാക്കുകളുടെ അർത്ഥം യസ്അലൂനക, സഅല യസ്അലു സുആലുൻ, അവൻ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ പർവ്വതങ്ങൾ ധൂളികളായി മാറപ്പെടുന്ന, പറത്തപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ത്യദിനത്തിൽ പർവ്വതങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ആണ് ചോദ്യം. വളരെ ഉറപ്പോടെ നിൽക്കുന്ന പർവ്വതങ്ങളുടെ അവസ്ഥ അന്ത്യദിനത്തിൽ എന്താകും എന്ന് ആളുകൾ ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള മറുപടി എന്നോണമാണ് ആളുകൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അവർക്ക് മറുപടി എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ആയത്താണ്. അതിലുള്ള പ്രധാനപ്പെട്ട പദങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. യസ്അലൂനക, സഅല യസ്അലു സുആലുൻ എന്നാണൊക്കെ ആണല്ലോ അതിന്റെ ഒറിജിനൽ പദങ്ങൾ. ചോദിക്കുന്നു, അവർ നിന്നോട് ചോദിക്കുന്നു. സഅല ചോദിച്ചു. യൻസിഫുഹ എന്ന വാക്ക് നസഫ, യൻസിഫു, നസ്ഫുൻ. നസ്ഫുൻ അതിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അതിനെ തകർത്ത് പൊടിപൊടിയാക്കി പറത്തിക്കളയുന്നു എന്നാണ് വാക്കിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. യദറുഹ എന്നത് വദറ യദറു വദറൻ, അതിന്റെ വാക്കിന്റെ അർത്ഥം തറക്കുന്നാണ്. അതിനെ വിട്ടേക്കുന്നു, ഒഴിവാക്കുന്നു എന്ന്. തറ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. റഅ എന്നാണ് നമുക്കറിയാം. റഅ യറ റുഅയത്തുൻ, നീ കാണുന്നു. ലാ തറ എന്നാണ് അടുത്ത ആയത്തിൽ വരുന്നത്. ലാ തറ, നീ കാണുകയില്ല എന്നാണ് അതിലുള്ള ആ വാക്ക്. അത് 107 ആയത്തിൽ വരുന്നുണ്ട് ആ വാക്ക്. അപ്പൊ അത്ര ആ ആയത്തുകളിലുള്ള ഫിഅലുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 4 ഫിഅലുകൾ, 4 ക്രിയകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ശരിയായ രൂപം എങ്ങനെയൊക്കെയാണ് എന്ന് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പർവ്വതങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അവർ ചോദിക്കുന്നു. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ച്. അനിൽ ജിബാലി, പർവ്വതങ്ങളെ സംബന്ധിച്ച്. അങ്ങനെ ചോദിക്കുമ്പോ താങ്കൾ പറയേണ്ട മറുപടി എന്താണ് എന്നാണ് ഈ ആയത്തെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ഉള്ള ചില ചോദ്യങ്ങൾ നമുക്കറിയാലോ. വയസ്അലൂനക, താങ്കൾ അവരോട് ചോദിക്കുന്നു, അവർ നിങ്ങളോട് ചോദിക്കുന്നു എന്ന രൂപത്തിലുള്ള കുറെ സംഗതികളില്ലേ ഖുർആനിൽ? പലയിടത്തും അങ്ങനെ യസ്അലൂനക യസ്അലൂനക എന്ന് വന്നിട്ടില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? അവർ താങ്കളോട് ചോദിക്കുന്നു എന്ന്. സാധാരണ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തൊരു ചോദ്യം, കാര്യങ്ങൾ ഉറപ്പുവരുത്താനോ മറ്റൊരാളെ കൊണ്ട് സമ്മതിപ്പിക്കാനോ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം. അതിനൊരു ഉദാഹരണം എന്താണ്? അധ്യാപകൻ തിരിച്ച് വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് എന്തിനാ? അധ്യാപകൻ അറിയാനാണോ? അല്ല, കാര്യങ്ങൾ ഉറപ്പുവരുത്താനാണ്, മറ്റൊരാളെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനാണ് അങ്ങനെയുള്ള ഒരു ചോദ്യം വരുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ അധ്യാപകനോട് ചോദിക്കുന്നതും അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നതും രണ്ടും 2 തരത്തിലുള്ള ചോദ്യമാണ്. ഇത് പറയാൻ കാരണമുണ്ട്, അങ്ങോട്ട് വരാം. ഈ ഒരു വിഷയം മനസ്സിലാക്കാതെ, ഈ ഒരു തത്വം മനസ്സിലാക്കാതെ ചില വിമർശകന്മാരായിട്ടുള്ള ആളുകൾ ഖുർആനിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അന്ന് മനുഷ്യനോടോ ജിന്നിനോടോ അവരുടെ പാപത്തെ കുറിച്ച് ചോദിക്കപ്പെടൂല. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ നിർത്തുവീൻ, അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്. അപ്പൊ ഒരിക്കലേ പരലോകത്ത് ചോദ്യമല്ല, ചോദിക്കൂല.
അന്തംബിഹി കുറ്റത്തെപ്പറ്റി ഇൻസുൻ വലാ ജാന്നുൻ മനുഷ്യനോടോ ജിന്നിനോടോ ചോദിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറൊരു സ്ഥലത്ത് അവരെ അവിടെ പൊള്ളിച്ചു നിർത്തൂ, എല്ലാരെയും അവരോട് ചോദ്യം ചോദിക്കാൻ പോവാണ് എന്നുള്ള ആഹ്വാനം അവിടെ വരുന്നു. അപ്പൊ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, വേറെ സ്ഥലത്ത് ചോദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഖുർആനിൽ വൈരുദ്ധ്യമില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്, ഖുർആനിന്റെ എതിരാളികൾ ചോദിക്കുന്നത്. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. നമ്മൾ നേരത്തെ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാകുമ്പോ ഒന്നാമത്തെ വചനം നിഷേധിക്കുന്നത് വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ചോദ്യത്തെയാണ്. വിവരം അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല, അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലായല്ലോ? ചോദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിവരം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്. പിന്നെന്താ ചോദിക്കുന്നത്? ആ കാര്യം അവരിൽ നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം, കുറ്റസമ്മതം നടത്താനുള്ള ഒരു ചോദ്യത്തെയാണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. കുറ്റവാളിയോട് ചോദിക്കുമെന്ന് പറയുന്നത് അവൻ സ്വയം കുറ്റം ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒന്നാമത്തെ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല അവിടെ പരലോകത്ത് ആരോടും ചോദിക്കുന്നത്, പടച്ചോൻ അറിയാൻ വേണ്ടിയിട്ടുള്ള അല്ല ചോദ്യം. മറിച്ചെന്താ ചോദിക്കുന്നത്? അവിടെ ചോദിക്കുന്നത് കുറ്റവാളികൾ സ്വയം കുറ്റം സമ്മതിക്കാനുള്ള ഒരു ചോദ്യമായിട്ടാണ്. ഇതേ ആശയം വേറൊരു സ്ഥലത്തും വന്നിട്ടുണ്ട്. നിങ്ങൾ മണ്ണ് വാരി എറിഞ്ഞപ്പോ എറിഞ്ഞത് പ്രവാചകരെ നിങ്ങളല്ല, അള്ളാഹുവാണ് എറിഞ്ഞിരിക്കുന്നത് എന്നാണ് സൂറത്തുൽ അൻഫാലിൽ പറയുന്നത്. ബദറിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞപ്പോ എല്ലാ ആളുകളുടെയും ആ മണ്ണിന്റെ തരികൾ ചെന്ന് അവരെല്ലാവരും കണ്ണ് ചൊറിയുന്ന ഒരവസ്ഥയുണ്ടായത്. ആ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് നിങ്ങളല്ല എറിഞ്ഞത്, ആ സമയത്ത് അള്ളാഹുവാണ് എറിഞ്ഞിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. മണ്ണ് വാരി എറിയുക എന്ന ക്രിയ ചെയ്തത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടും അത് പ്രവാചകനല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതോ അത് ആ മണ്ണ് ശത്രുക്കളുടെ കണ്ണിൽ എത്തിച്ച് അതിന്റെ ഫലം ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു. പ്രവാചകന്റെ കഴിവ് കൊണ്ട് എല്ലാ ആളുകളുടെയും കണ്ണുകളിൽ മണ്ണ് എത്തുകയാ അല്ല ഉണ്ടായത്. മറിച്ച് എന്താണ്? പ്രവാചകനോട് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു അത് ശത്രുക്കളുടെ കണ്ണുകളിലേക്ക് മുഴുവനും എത്തിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആനിൽ പ്രവാചകനോടുള്ള ചോദ്യങ്ങൾക്ക് മിക്കവാറും നമ്മൾ കാണുന്നത് വയസ്അലൂനക എന്ന് പറഞ്ഞിട്ട് പ്രവാചകരെ നിങ്ങളോട് അവർ പല കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുക, കുൽ നീ അവർക്ക് മറുപടി കൊടുക്കുക എന്നാണ് ആയത്തുകളിലൊക്കെ ഉണ്ട്. ഫാന്നില്ല, കുൽ എന്നാ ഉണ്ടാകുക. ഉദാഹരണത്തിന് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, കുൽ താങ്കളോട് കള്ളിനെ സംബന്ധിച്ച് ചൂതാട്ടത്തെ സംബന്ധിച്ച് ഒക്കെ അവർ ചോദിക്കുന്നു, അവരോട് പറഞ്ഞേക്കുക, മറുപടി പറഞ്ഞേക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രൂപം കാണാം. യസ്അലൂനക അനിൽ അഹില്ലത്തി, ചന്ദ്രമാസ പിറവിയെ സംബന്ധിച്ച് ചോദിക്കുന്നു, കുൽ അവരോട് പറയുക. ആ മറുപടി പറയാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്വാ എന്ന് പറഞ്ഞത്. പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഫഖുൽ എങ്കിൽ നീ പറയുക എന്നാണ്. എന്റെ രക്ഷിതാവായ അള്ളാഹു അവയെ തരിപ്പണമാക്കി പറത്തിക്കളയുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഫഖുൽ എന്ന് എങ്കിൽ നീ പറയുക എന്ന് ചേർത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെ മദ്യത്തെ സംബന്ധിച്ച്, ചന്ദ്രനെ സംബന്ധിച്ച്, ആർത്തവത്തെ സംബന്ധിച്ച്, റൂഹിനെ സംബന്ധിച്ചൊക്കെ
ചോദിച്ച ചോദ്യങ്ങൾ അത് പ്രവാചകനോട് അവർ ചോദിച്ചതിന് ശേഷമാണ് ഈ മറുപടി അവതരിക്കുന്നത്. എന്നാൽ ഇവിടെ പർവ്വതങ്ങളെ കുറിച്ചുള്ളൊരു ചോദ്യം ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാവിയിൽ അവർ ചോദിക്കുമ്പോ അപ്പോൾ ഇങ്ങനെ താങ്കൾ മറുപടി നൽകുക എന്നാണ് അള്ളാഹു മുൻകൂട്ടി ഇവിടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ മാത്രം ഫ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? മറ്റുള്ള ഭാഗങ്ങളിൽ ഫ ഇല്ലാതെ വന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായല്ലോ? ഇത് വെറുതെ പറയുന്നതല്ല. ആ ഒരു വ്യത്യാസം നമ്മളെ ബോധ്യപ്പെടേണ്ട വേറെ ചില വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വേറെ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഈ കുൽ എന്നോ ഫക്കുൽ എന്നോ പറയാതെ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം കൂടെ ഖുർആനിൽ. ഒരിടത്ത് മാത്രം കുൽ എന്ന് പറയാതെ ഫക്കുൽ എന്ന് പറയാതെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത് പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള വചനമാണ്. പിന്നെ അതിന് ശേഷം കുൽ എന്ന് വരണം. ആ കുൽ എന്നില്ലാതെ എന്നെ കുറിച്ച് എന്റെ ദാസന്മാർ ചോദിച്ചാൽ, പിന്നെ നിങ്ങൾക്ക് കാണാം ഖുർആനിലെ അർത്ഥമൊക്കെ വായിക്കുമ്പോൾ കാണാം ഇതിന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാകും പറയുക എന്ന് കൊടുത്തിട്ടുണ്ടാകും. മലയാളത്തിലെ അർത്ഥം വായിക്കുമ്പോ പറയുക എന്ന് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ എന്താണ് അവിടെ വന്നത്? കുൽ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനും അടിമക്കുമിടയിൽ പ്രാർത്ഥനയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആയത്തിന്റെ അവതരണമുള്ളത്. ആ കുൽ എന്ന പദം പോലും അവിടെ ഒഴിവാക്കിയിട്ട് അള്ളാഹു നേരിട്ട് പറയാണ്, ഞാൻ അവനോട് ഏറ്റവും അടുത്തു തന്നെ കിടക്കുന്നുണ്ട്, ഏറ്റവും അടുത്തു തന്നെയുണ്ട് എന്ന് അള്ളാഹു പറയുന്ന മറ്റൊരു വചനം അവിടെ ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വരെ ഞാൻ അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ എന്നുള്ള വിലക്കുണ്ട്, മൊത്തത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. എന്നിട്ടും സഹാബികൾ പലതിനെ കുറിച്ചും കൂടെ ചോദിക്കാണ്. കാരണം എന്താ അങ്ങനെ ചോദിക്കാൻ? ജാഹിലിയ കാലത്തുള്ളവരുടെ ശീലങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത്, ഒരുപാട് ശീലങ്ങൾ അവർക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റം ആവശ്യമുള്ളത് കൊണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ വിധിപ്രകാരം തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ആവശ്യമായ വിധത്തിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇനി പർവ്വതങ്ങളെ സംബന്ധിച്ച് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വരിക. അങ്ങനെ അവർ ചോദിക്കുമ്പോൾ പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ പറയേണ്ടത് എന്താണ്? മറുപടിയായിട്ട് പറയേണ്ടത് യൻസിഫുഹ, അവയെ പറത്തിക്കളയുന്നത്, പൊടിച്ചു പറത്തിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നസ്ഫ് എന്നാൽ വെറുതെ പൊടിക്കുക എന്നല്ല, മറിച്ച് പൊടിയാക്കി മാറ്റുക. കല്ല് പൊടിച്ചാൽ എന്താ ഉണ്ടാകുക? പാറ കഷ്ണങ്ങളല്ല ഉണ്ടാകുക, കല്ലിന്റെ കഷ്ണങ്ങളല്ല ഉണ്ടാവുക. പക്ഷെ ഇവിടെ കല്ല് പൊടിച്ചിട്ട് എന്താ ഉണ്ടാകുക? കല്ല് പൊടിച്ചിട്ട് മണ്ണ് പോലെ അതിനേക്കാൾ തരിതരിയായ ചെറിയ പൊടിയായിട്ടാണ് അവിടെ ഉണ്ടാവുക. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞില്ലേ, കല്ലിഹിനിൽ മംഫൂഷ്, കടഞ്ഞ ആട്ടിൻ രോമം പോലെ ആക്കി കാറ്റിൽ പറത്തുകയാണ് അന്ന് പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ എന്തായി? ആ മണ്ണിന്റെ രൂപം എന്തായിരിക്കുന്ന പറഞ്ഞത്? വലിയ പർവ്വതങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ, വലിയ കൊടുമുടികളെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ, പാറകൾ കൊണ്ടുള്ള വലിയ, അന്ന് മക്കയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ ഇറങ്ങുമ്പോ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ചെടികളും മരങ്ങളും മണ്ണും ഒക്കെയുള്ള തരത്തിലുള്ള മലകളല്ലല്ലോ ചുറ്റുവട്ടങ്ങളിലും കാണുന്നത്. ഇന്നും ഇവിടെ അവിടെ നിന്ന് തീർക്കാൻ കഴിയാത്ത വിധത്തിൽ, പൊട്ടിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള കടുത്ത പാറകൾ കൊണ്ടുള്ള പർവ്വതങ്ങളല്ലേ അവിടെ നമ്മൾ കാണുന്നത്. ആ പർവ്വതങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, അത് പൊടിയായിട്ട് കടഞ്ഞ ആട്ടിൻരോമം പോലെ കാറ്റിൽ പറത്തപ്പെടുന്ന ഒരവസ്ഥയാണ്
പരലോകത്ത് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് പർവ്വതങ്ങളെ കുറിച്ച് മനുഷ്യൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കേണ്ടത്? നമ്മൾ ചോദിക്കേണ്ട ചോദ്യ പരലോകത്ത് പിന്നെ ഖിയാമത്ത് നാളാകുമ്പോ പരലോകത്തേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതിന് മുമ്പായുള്ള അവസ്ഥകൾ വരുമ്പോ പർവ്വതങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ള മനുഷ്യൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ചോദിക്കണം നമ്മള്? ഒരു മനുഷ്യൻ തന്റെ ചുറ്റും നോക്കുമ്പോ കാണുന്നതെല്ലാം നശിക്കുന്നതാണ്. മനുഷ്യര് മരിക്കുന്നു, മൃഗങ്ങള് അതിന്റെ ജീവൻ പോകുന്നു, സസ്യങ്ങൾ ഇല്ലാണ്ടാകുന്നു, എല്ലാം മരിക്കുന്നു, എല്ലാം നശിക്കുന്നു. ഈ ലോകത്ത് പർവ്വതങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നു. യുഗങ്ങളായി അനക്കമില്ലാതെ മാറ്റമില്ലാതെ പർവ്വതങ്ങൾ, വലിയ വലിയ മലകൾ ഉറച്ചു നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ അടുത്തിപ്പോ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചപ്പോ ചില മലകളൊക്കെ ഒന്നായിട്ട് ഒലിച്ചു പോയത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ കാണുന്ന 99.9% മലകളും അതൊക്കെ ഉറച്ചു നിൽക്കുന്നതായി ഒരുപാട് സംഗതികൾ ഇവിടെ മരിച്ചു പോയിട്ട് നശിച്ചു പോയിട്ട് ഇല്ലാണ്ടായി പോയിട്ട് ഈ പർവ്വതങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായി മനുഷ്യൻ കാണുമ്പോ അവൻ സ്വാഭാവികമായും ചോദിക്കേണ്ടതാണ്, എന്താ ഈ മലകൾക്കൊക്കെ സംഭവിക്കുക, ഈ പർവ്വതങ്ങൾക്കൊക്കെ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനുഷ്യൻ ചോദിക്കേണ്ട ഒരു ചോദ്യ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയമാണിത്. എന്ത്? ഈ പറഞ്ഞത് ലോകാവസാനത്തിൽ ഇത്രയും ഉറപ്പുള്ള ഈ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ട് അള്ളാഹു മറുപടി നൽകിയിരിക്കുന്നു. എന്താണ്? അവയൊക്കെണ്ടല്ലോ, അവത് ധൂളികളായി പാറിപ്പോകും കൂട്ടരെ. അതൊക്കെ ഒന്നുമില്ലാണ്ട് പൊടിപൊടിയായിട്ട് അങ്ങനെ പാറി നടക്കുന്ന രോമം പോലെ ആയിത്തീരുമെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്ന്. അടുത്ത 106-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത് എന്നാണ്, സമതലമായി മാറുന്ന ഭൂമി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്ത്യദിനത്തിൽ പർവ്വതങ്ങൾ തകർക്കപ്പെട്ട ശേഷം പിന്നെ അവിടെ ഭൂമിയിലേക്ക് ആ പൊടികളൊക്കെ ഭൂമിയിൽ വ്യാപിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് നിരപ്പാക്കിയ സസ്യങ്ങളോ കെട്ടിടങ്ങളോ ഇല്ലാത്ത, തടസ്സങ്ങളില്ലാത്ത വെറും മൈതാനമാണ് അവിടെ കാണുന്നത്. ഫയദറുഹാനാണ്, അവൻ അതിനെ വിട്ടേക്കുമെന്ന് പറഞ്ഞത്. അതിനെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. പർവ്വതങ്ങൾ വെറുതെ ഇല്ലാണ്ടാകല്ലാണ്. പർവ്വതങ്ങളെ വെറുതെ ഇല്ലാണ്ടാക്കിയല്ല അല്ലാഹു ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഇല്ലാണ്ടാക്കുന്നത്? പർവ്വതങ്ങൾ നിന്നിരുന്ന സ്ഥലം പോലും യാതൊരു തടസ്സങ്ങളില്ലാത്ത വെറും ഭൂമിയായി മാറുന്നു എന്ന് വേറെ ചില ആയത്തുകൾ കൂടെ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കൂ. യോമ തർജുഫുൽ ജിബാൽ, യോമ തർജുഫുൽ അർളു വൽ ജിബാൽ വകാനത്തിൽ ജിബാലു കസീബം മഹീലാ. ഭൂമിയും പർവ്വതങ്ങളും പ്രകമ്പനം കൊള്ളുന്ന ദിവസം അന്ന് പർവ്വതങ്ങൾ ഒലിച്ചു പോകുന്ന മണൽക്കുന്നുകളായി തീരും. പർവ്വതങ്ങൾ ഒലിച്ചു പോകുന്ന മണൽക്കുന്നുകളായി തീരും. ആ പർവ്വതങ്ങൾക്ക് ഒലിച്ചു പോകും. നമ്മൾ കണ്ടു, വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅൻ മുൻബസ്സാ. പർവ്വതങ്ങൾ പൊടിപൊടിയായി തകർക്കപ്പെടുകയും അങ്ങനെ അവ ചിതറിത്തെറിച്ച് ധൂളികളായി മാറുകയും ചെയ്യും. ഫകാനത് ഹബാഅൻ മുൻബസ്സാ. ബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ പൊടിപൊടിയായി തകർക്കപ്പെടുന്നു. ഇത് യൻസിഫു എന്ന് പറഞ്ഞ പോലെ വേറൊരു വാക്കാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബസ്സൻ എന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൊടിപൊടിയായി തകർക്കപ്പെടുന്ന അർത്ഥം. വകാനത് ഹബാഅൻ മുൻബസ്സാ, അവ ചിതറിത്തെറിച്ച ധൂളികളായി മാറുകയും, നേരത്തെ കല്ലിഹിനിൽ മംഫൂസ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രയോഗം. ജിബാലുൽ മംഫൂസ്. അപ്പൊ അത്രമേൽ ഭാരമില്ലാത്തതായിരിക്കും ഇത്. കടഞ്ഞ പർവ്വതങ്ങൾ കടഞ്ഞ കമ്പിളി പോലെ നൂല് പോലെ പിരിച്ച നൂല് പോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ അത്രമേൽ ഭാരമില്ലാത്തവയായിത്തീരും അന്തരീക്ഷത്തിൽ ഈ പർവ്വതങ്ങളുടെ അവസ്ഥ എന്ന്.
അങ്ങനെ നോക്കുമ്പോ വസീറത്തിൽ ജിബാൽ ഫകാനത് സറാബ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുന്നു. അവ കാനൽ ജലം പോലെ, മിഥ്യ പോലെ, മരീചിക പോലെ ആയിത്തീരുകയും ചെയ്യും. നേരത്തെ അങ്ങനെ ഒരു പർവ്വതം ഉണ്ടായിരുന്നോ എന്ന് ഒരിക്കലും തോന്നാത്ത വിധത്തിലായിത്തീരും ആ പർവ്വതങ്ങൾ നിന്നേടമെല്ലാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതാണ് പർവ്വതങ്ങളുടെ അവസ്ഥ. അതാണ്, അങ്ങനെയാണ് നമ്മൾ ഈ ആയത്ത് മനസ്സിലാക്കുന്നത്. വയസ്സലൂനകനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. ഹദീസുകളിലും ഇത് സംബന്ധമായിട്ടൊരു പരാമർശം വന്നിട്ടുണ്ട്. അതും കൂടെ കേൾപ്പിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അൻ സഹീൽ ഇബ്നു സഅദ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يحشر الناس يوم القيامة على أرض بيضاء عفراء كقرصة النقي ليس فيها علم لأحد. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വെളുത്തതും ചുവപ്പ് കലർന്നതുമായ മൈദ കൊണ്ടുള്ള റൊട്ടി പോലെ നിരപ്പായ ഒരു ഭൂമിയിലായിരിക്കും. വെളുത്തതും ചുവപ്പ് കലർന്നതുമായ മൈദ കൊണ്ടുള്ള റൊട്ടി പോലെ നിരപ്പായ ഒരു ഭൂമിയിലായിരിക്കും. വെളുത്തതും ചുവപ്പ് കലർന്നതുമായ ഒരു ഭൂമി, മൈദ കൊണ്ടുണ്ടാക്കിയ റൊട്ടി പോലെ നിരപ്പായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടാവുക. മൈദ കൊണ്ട് റൊട്ടി ഉണ്ടാക്കിയാല് അവളുടെ ആ മിനുസം കണ്ടിട്ടില്ലേ? അതേപോലെ അവിടെ ആർക്കും ഒരടയാളമില്ല. മലയോ കുന്നോ കെട്ടിടങ്ങളോ ഇല്ല, കൊടി നാട്ടിയിട്ടില്ല. അലമും നന്ന കൊടി എന്നാണ് അർത്ഥം. അടയാളമില്ല ആർക്കും. മലകളോ കുന്നോ ഒന്നും തന്നെയല്ല. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ആളുകളോട് പറയാൻ പറ്റാവുന്ന എന്തെങ്കിലും അടയാളപ്പെടുത്തലില്ല. ഞാൻ ഈ മരത്തിന്റെ ചോട്ടിലുണ്ട്, ഞാൻ ആ കുന്നിന്റെ ഭാഗത്തുണ്ട്, ഞാൻ ആ താഴ്വാരത്തുണ്ട്, ഞാൻ അരുവിയുടെ അടുത്തുണ്ട് എന്ന് വിളിച്ചു പറയാൻ, ആളുകളോട് ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന ഒന്നും തന്നെ അന്നില്ല. ഒരു അടയാളവും ഇല്ലാതെ ഒരാൾക്കും ഒന്നും അടയാളപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് അന്ന് അവിടെ സംവിധാനം ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ശാസ്ത്രീയമായ വശം പരിശോധിക്കുമ്പോൾ ഇന്ന് ലോകം പറയുന്ന സംഗതി ഈ ഭൂമിയുടെ നാശത്തെ സംബന്ധിച്ച്, പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ, പർവ്വതങ്ങൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആപ്പുകൾ പോലെയാണ്, ആണികൾ പോലെയാണ്. ഭൂമിക്കുള്ളിലെ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ വൻതോതിലുള്ള ചലനം കാരണം പർവ്വതങ്ങൾ തകർന്നു പോകുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ അതിശക്തമായ ഭൂകമ്പത്തെ സംബന്ധിച്ചൊക്കെ ശാസ്ത്രം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് വായിച്ചു നോക്കുക. അങ്ങനെ പർവ്വതങ്ങളെ സംബന്ധിച്ച് ഇതവിടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതിന് ഈ പർവ്വതങ്ങളെ വയസ്സലൂനക്കാനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ എന്ന് പറഞ്ഞ ഈ പർവ്വതങ്ങളെ പരാമർശിക്കുന്ന വേറെയും ഒരുപാട് ഭാഗങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വജഅല ഫിഹാ റവാസിയ എന്ന് ഉപയോഗിച്ചിട്ട് പർവ്വതങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അതിൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കി എന്നാണ് റവാസിയ എന്ന. റവാസിയ എന്ന പർവ്വതങ്ങൾ എന്നാണ്, വെറും പർവ്വതങ്ങളല്ല, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാറക ഫീഹ, അതിൽ അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വഖദ്ദറ ഫീഹ അഖ്വാതഹ, അതിൽ അള്ളാഹു ആഹാരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പർവ്വതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആ പർവ്വതങ്ങളാണ് ഇല്ലാണ്ടാക്കുന്നത്. എങ്ങനെയാണ് അതിൽ അനുഗ്രഹം നൽകിയത്? എന്തൊക്കെയാണ് അതിൽ ആഹാരം ക്രമീകരിച്ചിരിക്കുന്നത്? പർവ്വതങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ അത്യത്ഭുതകരമായ മറ്റു വിഷയങ്ങൾ എന്താണ് എന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലാകാമെന്നാണ് കരുതുന്നത്. നമ്മൾ ഈ 3 ആയത്തും കൂടെ 105, 106, 107 ആയത്തുകൾ അത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് 23-ാമത്തെ സ്ലൈഡ് മുതൽ പറഞ്ഞു തുടങ്ങാം. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ സംബന്ധിച്ച്, പർവ്വതങ്ങളുടെ അതിലുള്ള പങ്കിനെ സംബന്ധിച്ച്, പടച്ചവൻ അതുമായിട്ടുള്ള അവന്റെ ആസൂത്രണത്തെ സംബന്ധിച്ചൊക്കെ അടുത്ത ആഴ്ചയിൽ സംസാരിക്കാം. ഇപ്പോൾ മഗ്‌രിബിന്റെ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. പങ്കെടുത്തതിനും ശ്രമിച്ചതിനും ഇത്രയും സമയം അവിടെ ചെലവഴിച്ചതിനൊക്കെ
അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഇതൊരു സാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന്, എന്നിൽ നിന്നും, നിങ്ങളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കേട്ടതിനും പറഞ്ഞതിനും ഒക്കെ അള്ളാഹു ശരിയായ വിധത്തിലുള്ള പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള അപരാധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശമനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് തുണയാകുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മറഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.